എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഈ കേരളത്തിൽ നടന്ന ബൈ ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഒന്ന് ഏറ്റവും സുപ്രധാനമായത് ജനങ്ങളുടെ മനസ്സ് അറിയാൻ കഴിഞ്ഞു. അത് അറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അത് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന മോദി കമ്മീഷൻ വലുതായിട്ടൊന്നും കേരളത്തിൽ കയറ്റു വാഴാൻ നിന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു കൃത്യമായിട്ട് മനസ്സിലായി. പിന്നെ രണ്ടാമത്തെ കാര്യം മനസ്സിലായത്, ഈ ഭരിക്കുന്ന 10 കൊല്ലമായിട്ട് ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ ജനങ്ങൾ നഖശിഖാന്തം വെറുത്ത് കഴിഞ്ഞു എന്നുകൂടി നന്നായിട്ട് മനസ്സിലായി. അത് മാത്രമല്ല, അത് എന്തുകൊണ്ടാണ് വെറുത്തത് എന്നിപ്പോ ചോദിച്ചു കഴിഞ്ഞപ്പോ പിന്നെ എല്ലാവർക്കും പറയാൻ ധൈര്യമായി. മറ്റേ നമ്മൾ എന്ത് പറഞ്ഞാലും വർഗീയതയാണ്, വർഗീയവാദിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോ മുഴുവൻ ജനങ്ങളും അവർക്കെതിരെ വോട്ട് ചെയ്തത് കാരണം ഇപ്പോ കൃത്യമായിട്ട് നമുക്ക് സംഗതികൾ പറയാം. ഒന്നാമത്തത് ഈ വർഗീയവാദ പ്രീണനം, സംഘീയ പ്രീണനം തന്നെയാണ്, വേറൊന്നും തന്നെയല്ല. അതിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും ലാസ്റ്റ് കണ്ട സംഗതി എന്താ വെച്ചാൽ, ഈ വെള്ളാപ്പള്ളി ഗണേശനെ തലയിലേറ്റി വെക്കുക, മൂപ്പരെ കൂടെ സഞ്ചരിക്കുക. മൂപ്പര് വല്ല സർക്കാരിന്റെ വല്ല ഭാഗമാണോ? മൂപ്പരെ കൂടെ സഞ്ചരിക്കുക, മൂപ്പര് പറയുന്ന കാര്യത്തിന്, അതായത് വർഗീയത മൂപ്പർ പറയുന്നുള്ളൂ. വെള്ളാപ്പള്ളി ഗണേശൻ അയാളൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുക, സ്റ്റേജ് പ്രോഗ്രാമിൽ വിളിക്കുക, ഇങ്ങനെ പച്ചക്ക് മുസ്ലിങ്ങളെ ദ്രോഹിക്കുക. മുസ്ലിങ്ങളെ കാണ്, ഞാൻ ചെയ്യുന്നത് കണ്ടോണ്ട് പിണറായി വിജയനാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആള്, അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ഇപ്പൊ മൊത്തത്തിൽ പറയാൻ പറ്റില്ല. ഈ ഒരു പിണറായി വിജയൻ, അയാൾക്ക് ഒരുപാട് കേസുണ്ട്, ജയിലിൽ പോകാനുള്ള ഒരുപാട് കേസുണ്ട്. ആ കേസുകൾ എങ്ങാനും ഒന്നെങ്കിലും എടുത്ത് മോദി സർക്കാർ എങ്ങാനും കുഴപ്പമാക്കിയാൽ പിന്നെ ജയിലിൽ പോയി കിടക്കും. അപ്പൊ അത് പേടിച്ചിട്ട് സംഘികൾക്ക് മുഴുവനായിട്ട് അടിമപ്പെട്ടിരിക്കരുത്. സംഘികൾ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് സംഘികളുടെ ചെരുപ്പ് നക്കി ഈ ഒരു പിണറായി വിജയനും മൂപ്പരുടെ കുടുംബവും കുറച്ച് കൂട്ടരും, മൂപ്പരുടെ ഇപ്പൊ ഈ ഭരണത്തിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരും, മറ്റുള്ള ആൾക്കാർക്കൊക്കെ വെറുപ്പാണ്. അതുകൊണ്ടാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെ പിന്നെ വോട്ട് മാറി ചെയ്തത് കൊണ്ടാണ് ഈ പരാജയം കമ്മ്യൂണിസ്റ്റുകാർക്ക് വന്നത്. അപ്പൊ അങ്ങനെ പരാജയപ്പെടാൻ ഒരുപാട് വേറെ കാര്യമുണ്ട്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു തെരഞ്ഞെടുപ്പില് ഈ വോട്ടിംഗ് മെഷീന്റെ തട്ടിപ്പ് അധികം നടന്നിട്ടില്ല. തിരുവനന്തപുരം ഭാഗത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ. കാരണം ഈ വോട്ടിംഗ് മെഷീനിൽ തൊട്ടിട്ടില്ലെങ്കിൽ, അതിൽ തിരിമറി നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ ഒക്കെ തന്നെ BJP-ക്കാർക്ക് കെട്ടിവെച്ച പൈസ പോലും കിട്ടില്ല. അതാണ് അവസ്ഥ. ഇപ്പൊ തൃശ്ശൂരില് അതിഭീകരമായ രീതിയിലാണ് BJP ആകെ തകർന്ന് തരിപ്പണമായത്. കഴിഞ്ഞ വർഷമാണ് അവിടെ നിന്ന് സുരേഷ് ഗോപി ബഹുഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചിട്ട് ജയിച്ചത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം, ഈ തൃശ്ശൂരില് അതിഭയാനകമായിട്ടുള്ള വഞ്ചന നടന്നിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യാതെ, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാതെ ആ ഭാഗത്തെ പിന്നെ EVM മാത്രമല്ല, അവിടെ വോട്ടെണ്ണുന്ന ദിവസം ഡൽഹിയിൽ ഇരുന്ന് തിരിമറി നടത്തിയിട്ടാണ് സുരേഷ് ഗോപിനെ ജയിപ്പിച്ചത് എന്ന് ഇപ്പൊ തെളിഞ്ഞല്ലോ. അതുകൊണ്ടാണ് തൃശ്ശൂരില് BJP-യുടെ പൊടി പോലും കിട്ടിയില്ലല്ലോ ഇപ്പോ. അപ്പൊ അതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടെ. കാരണം വളരെ ചെറിയ ഏരിയയിലാണല്ലോ ആൾക്കാർ വോട്ട് ചെയ്യുക. അപ്പൊ കൃത്യമായിട്ട് ഇത്ര ആൾക്കാർ അറിയുന്നത് കൊണ്ട് ആരൊക്കെ വോട്ട് ചെയ്തില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരു മണ്ഡലത്തിൽ ഇപ്പോ തിരുവനന്തപുരം നടത്തി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. കാരണം ഒരുപാട് പോളിംഗ് ബൂത്ത് ഒന്നിച്ചല്ലേ എണ്ണുന്നത്. ഇത് പിന്നെ അങ്ങനെയല്ലല്ലോ. അപ്പോ BJP-ക്കാരുടെയും ആകെ സർവനാശം വിതച്ചുകൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. പിന്നെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിനെ കുറിച്ച് പറയാതെ വയ്യ. തിരുവനന്തപുരം ഭാഗത്ത് ഒരു സംശയം വേണ്ട, അവിടെ ആരും തന്നെ BJP-ക്ക് വോട്ടം ചെയ്തിട്ടില്ല. അതും ഈ പറഞ്ഞ രീതിയിൽ ഈ തിരുവനന്തപുരം എടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ഈ പറയുന്ന അമിത്ഷാ മോദിക്ക് ഉണ്ടായിരുന്നു. കാരണം അത് വെച്ചിട്ടാണ് ഇനി അടുത്ത നിയമസഭാ ഇലക്ഷനിൽ മുഴുവൻ സീറ്റുകളും തിരുവനന്തപുരം ഭാഗത്താണ് എല്ലാ സീറ്റുകളും BJP-ക്ക് അടിച്ചെടുക്കാനുള്ള വകുപ്പ് ഒരുക്കി കൊടുക്കുക. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ഒരു കളി കളിക്കുന്നത്. അതിനെ കുറിച്ചിട്ട് ഇവിടെ ഒരാൾ സംസാരിക്കുകയാണ്. ഒരു വീഡിയോ കണ്ടുവെക്കുക. വോട്ടിംഗ് യന്ത്രത്തിൽ അട്ടിമറിയുന്ന ആരോപണവുമായി തിരുവനന്തപുരം DCC അധ്യക്ഷൻ N ശക്തൻ. പൂച്ചൽ പഞ്ചായത്തിലെ മധ്യാവലിയിലെ ബൂത്തിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ പതിയുന്നത് താമര ചിഹ്നത്തിലെന്നാണ് ആരോപണം. ജില്ലയിൽ ഒരു ബൂത്തിൽ കൈപ്പത്തിയിൽ പ്രസ് ചെയ്താൽ BJP വോട്ട് വരുന്നത്, താമരയ്ക്ക് വോട്ട്. പൂച്ചൽ പഞ്ചായത്തിൽ വീരണകാവിലെ മുതിയാവിള ബൂത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതായത് അങ്ങനെ അവിടെ 1-2 ബൂത്തുകളില് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് പിന്നെ ബട്ടൺ അമർത്തിയാലും BJP-ക്കാണ്, കോൺഗ്രസ് പാർട്ടിയുടെ അമർത്തിയാലും BJP-ക്കാണ്.
അപ്പോ എന്തുകൊണ്ടാണ് എപ്പോ പ്രശ്നം ഉണ്ടാവുന്നു BJPക്ക് മാത്രം വോട്ട് പോകുന്നത് എന്നൊരു ചോദ്യം അവിടെ ബാക്കി കിടക്കുകയാണ്. ഇന്ന് വരെ നമ്മള് BJPക്ക് വോട്ട് ചെയ്തിട്ട് കോൺഗ്രസിന് പോയിനോ കമ്മ്യൂണിസ്റ്റിന് പോയിനോ നമ്മൾ ഇന്ന് വരെ എവിടുന്നും കേട്ടിട്ടേ ഇല്ല. നേരെ തിരിച്ചാണ് ഒക്കെ ഉണ്ടാവുക. അപ്പോ ഒരുപാട് മിഷൻ തിരുവനന്തപുരം ഭാഗത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ വളരെ സൂക്ഷിച്ചിട്ടാണ് ചെയ്തത്. അതായത് പിടിക്കപ്പെടാത്ത രീതിയിൽ. കാരണം നിങ്ങൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പൾസ് കൊടുക്കണം. ആ പൾസ് പിന്നെ എന്തായി മാറി എന്ന് ആർക്കും അറിയില്ല. കാരണം ഇത് കടലാസ് നല്ലല്ലോ ഇപ്പത്. അത് മിഷൻ തീരുമാനിക്കും എന്താ വേണ്ടത്. ഇപ്പൊ നിങ്ങളെ പൾസ് കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല, അവസാനം പറയും 10,000 വോട്ട് കിട്ടി പറഞ്ഞു കാണിക്കും. അതുകൊണ്ടാണല്ലോ എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പിന്നെ 5 ലക്ഷം വോട്ട് കൂടുതൽ, 1 കോടി വോട്ട് കൂടുതലൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. എന്തായാലും ഇവിടെ അത് സാധിക്കൂല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് സാധിക്കൂല. അപ്പൊ എന്ത് ചെയ്യണം? വളരെ സൂക്ഷിച്ചിട്ട് ഈ പ്രസ് ചെയ്യുന്ന ആളുടെ ഒരു വോട്ട് രേഖപ്പെടുത്തിയിട്ട് ആ ഒരു വോട്ട് BJPക്ക് എത്തിക്കണം. അതേ നടക്കൂ, വേറൊന്നും നടക്കൂല. കാരണം പെട്ടെന്ന് പിടിക്കപ്പെടും. ഒരു വോട്ട് എങ്ങനെ അധികം എണ്ണിയാല് ഈ പിന്നെ ബൂത്തിൽ ആകെ 100 ആളല്ലല്ലോ, പിന്നെ 101 എങ്ങനെ എണ്ണിന്ന് ചോദിക്കല്ലോ. അപ്പോ അത് നടക്കൂല. അങ്ങനെ വോട്ടിംഗ് മെഷീനിൽ മാത്രം കേന്ദ്രീകൃതമാക്കിയിട്ടാണ് തിരുവനന്തപുരം ഇവന്മാര് പിടിച്ചത്. അതിന്റെ തെളിവാണിത്. ഇത് ഒരുപാട് മെഷീൻ സെറ്റാക്കിയിട്ടുണ്ട്. അതൊരു മെഷീൻ അറിയാതെ അതിന്റെ ഒരു സെറ്റിംഗ് ശരിയില്ലാത്തത് കൊണ്ട് അത് പിന്നെ വിളക്ക് അതിന്റെ ലൈറ്റ് മാറി കത്താൻ തുടങ്ങി. അതാണ് ഉണ്ടായത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ പിന്നെ ബൈപോൾസിൽ ഇങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്തുകയാണെങ്കിൽ ഇനി വരുന്ന നിയമസഭയിൽ പിന്നെ വലിയ വലിയ മണ്ഡലങ്ങളായിരിക്കും. ഇപ്പൊ ബീഹാറിന്റെ അവസ്ഥ ആയിരിക്കും, ആകെ കൊഴയാട്ടായിരിക്കും. ആർക്കൊന്നും മനസ്സിലാവില്ല, ആരും വോട്ട് ചെയ്തില്ല, ഒന്നും മനസ്സിലാവില്ല. എണ്ണലൊക്കെ വേറെ ദിവസമായിരിക്കും. അങ്ങനെ തീരുമാനം നടത്തി ആകെ വെള്ളം കലക്കി മീൻ പിടിക്കാന്ന് പറഞ്ഞ പോലെ ഡൽഹിയിൽ നിന്ന് ഒരു സെറ്റിംഗ് ചെയ്തിട്ട് ഒരു ഒറ്റ അടിയായിരിക്കും, ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട്. ബീഹാറിൽ കണ്ടില്ലേ, ഒരുപാട് ആൾക്കാർക്ക് 1,22,000 വോട്ട്. ജയിച്ച BJPക്കാർക്ക് ഒക്കെ 1,22,000. അങ്ങനെ ഒരു വോട്ടിംഗ് ഒക്കെ ഉണ്ടാവും എവിടെയെങ്കിലും. പിന്നെ കുറെ ആൾക്കാർക്ക് 1 ലക്ഷം, പിന്നെ കുറെ ആൾക്കാർക്ക് 85,000. എന്താ ഇതിങ്ങനെ പിന്നെ വോട്ട് ഇങ്ങനെ എണ്ണിയുള്ള അക്കങ്ങളിൽ വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ആകെ പ്രശ്നമാണ്. ഇത് നിർത്താനും പറ്റൂല. മുമ്പൊക്കെ നിർത്തിയത്, ഇപ്പൊ നിർത്തിയ ജനങ്ങളെ അടിക്കും. എന്താണെന്ന് എണ്ണല് നിർത്തി ചോദിച്ചിട്ട്. അപ്പൊ വേഗം ചെയ്യുമ്പോ ഒക്കെ കൺഫ്യൂഷനായിട്ടേ എന്താ ചെയ്യണമെന്ന് അറിയാതെ കോപ്പി പേസ്റ്റ് ചെയ്ത് കുറെ 1,22,000 എന്നുള്ളത് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോ കുറെ ആൾക്കാർക്കാണ് കോപ്പി പേസ്റ്റ് ചെയ്ത്. അതുകൊണ്ടാണ് ബീഹാറിൽ 3 കോടി വോട്ട് അധികമാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്കാരും മറ്റുള്ള പാർട്ടിക്കാരും ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഒക്കെ ഭയന്നിട്ടായിരിക്കാനാണ് സാധ്യത. അപ്പൊ അതേപോലെ തന്നെ കുളം കലക്കി മീൻ പിടിക്കും കേരളത്തിൽ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾ അവിടെ പിന്നെ ആണിയായിട്ട് നിങ്ങളുടെ ചുമരുമ കുറിച്ചിട്ടോ നിയമസഭയില്. അത് മൊത്തത്തിൽ ബീഹാർ പിടിച്ചപ്പോഴൊന്നും പിടിക്കൂല. പക്ഷെ ഒരു സീറ്റും കിട്ടാത്ത സ്ഥലത്ത് നിന്ന് ഒരു 30-40 MLA അവർ ഉണ്ടാക്കുന്ന എന്നാണ് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യും അവര്, ഒരു സംശയം വേണ്ട. എന്നിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ ആൾക്കാർ നല്ല ചർച്ചയും ചെയ്യും. പത്രക്കാർ ഈ വോട്ട് എങ്ങനെ അങ്ങോട്ട് ചാടി, കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് ഇങ്ങോട്ട് മറിഞ്ഞോ, കോൺഗ്രസ്സുകാരുടെ വോട്ട് അവിടുന്ന് ചോർന്നോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും കുറെ ഇത്. എവിടെ അമിത്ഷാ അവിടെ അക്കമാട്ടി അടിച്ചതാണ്. അപ്പൊ അതൊക്കെ ഉണ്ടാവാൻ പോവാണ്. ഏതായാലും ഇവിടെ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരാജയം. സത്യത്തില് ഈ പിണറായി വിജയന് അതിഭയങ്കരമായിട്ടുള്ള വിശ്വാസം ഉണ്ടായിരുന്നു മോദിയുടെ മേൽ. മോദി രക്ഷിക്കും. കാരണം മോദി കൊണ്ട് എല്ലാ പണിയും കേരളത്തിൽ ചെയ്തു വെച്ചിരിക്കുകയാണല്ലോ. സംഘികളെ വളർത്തി, അവർക്ക് നല്ല സ്ഥാനമാനങ്ങൾ കൊടുത്തു. അവര് ബോംബ് സ്ഫോടനം നടത്തുമ്പോഴൊക്കെ മിണ്ടാതിരുന്നു, അവർക്ക് കേസെടുത്തില്ല. മുസ്ലിങ്ങളെ ദ്രോഹിച്ചു, നന്നായിട്ട് മുസ്ലിങ്ങളെ കിട്ടിയ സമയത്ത് അവസരം പാഴാക്കാതെ മുസ്ലിങ്ങളെ ദ്രോഹിച്ചു. ഇപ്പൊ ഇന്ന് മറ്റേ പാലക്കാട് ഒരു പിന്നെ വെടിവെപ്പ് നടന്നല്ലോ. സിറാജുന്നീസ പണ്ട് 11 വയസ്സുള്ള ഒരു പെൺകുട്ടിനെ വെടിച്ചു കൊന്ന് കുറെ മുമ്പ്. അതില് രമൺ ശ്രീവാസ്തവ പറഞ്ഞിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഉണ്ടായിരുന്നത്. മൂപ്പർക്ക് ഭയങ്കര വെറുപ്പായിരുന്നു മുസ്ലിങ്ങളോട്. വെറുപ്പാണ് ഇപ്പോഴും, അങ്ങനെ വെറുപ്പാണ് മുസ്ലിങ്ങളോട്. അങ്ങനെ അവിടുത്തെ എന്തൊരു ജാഥ റാലി ഒന്ന് നടക്കുന്ന സമയത്ത് വെടിവെക്കാൻ ഓർഡർ ചെയ്ത് മുസ്ലിങ്ങളൊക്കെ വെടിവെക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ആ വെടിവെപ്പില് ഈ 11 വയസ്സുള്ള സിറാജുന്നീസൊക്കെ വെടിവെട്ടി. എന്നിട്ട് അതെന്താന്ന് ചോദിച്ചപ്പോ എന്താ കുട്ടികളൊക്കെ വെടിച്ചെന്ന് ചോദിച്ചപ്പോ അവര് റിപ്പോർട്ട് ചെയ്തത് ആ കുട്ടി ജാഥ നയിച്ചു, തീവ്രവാദികളുടെ ജാഥ നയിച്ചു എന്ന് പറഞ്ഞ രമൺ ശ്രീവാസ്തവനെ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതിന് ശേഷം ഇതേ പിണറായി വിജയൻ പോലീസ് ആസ്ഥാന മേധാവിയാക്കി മാറ്റി എന്നുള്ളതും ഈ മുസ്ലിങ്ങൾക്ക് ഏറ്റ വലിയൊരു വ്രണമായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ, ഒരു കാര്യം മാത്രമല്ല, പല കാര്യങ്ങൾ. പിന്നെ ഈ വഖഫ് ഭൂമി ഇടപാട്, അത് അവിടുന്ന് ആൾക്കാരെ ഓടിക്കണതിന് പകരം കുറെ ചർച്ചയും കുറെ സമരവും നിരാഹാര സമരം. എന്തിന്?
വഖഫ് ഭൂമി ആര് കൊടുത്തുള്ളത് തെളിവുണ്ട്. അത് കാലാകാലങ്ങളായിട്ട് കോടതി വരെ അവിടുന്ന് പിന്നെ ചുങ്കം പിരിക്കുന്നില്ല, നികുതി പിരിക്കുന്നില്ല, അവിടെ കയറി വന്നവർക്ക് ഒരു രേഖയില്ല. മാത്രമല്ല ഫാറൂഖ് കോളേജിന് കൊടുത്ത ഭൂമി അവിടെ ഈ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച വക്കീല് എല്ലാവർക്കും വിറ്റു. അതിനൊക്കെ തെളിവുണ്ട്. പക്ഷെ അതൊക്കെ മൗനമാക്കിയത് കാരണം മുസ്ലിങ്ങൾക്കിട്ടൊരു പണി കൊടുക്കുക. സംഘികൾ എപ്പോഴും ചിന്തിക്കല്ലോ, അതിനേക്കാൾ മാരകമായിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഈ ഇടതുപക്ഷം ചിന്തിച്ചത്. പിണറായി വിജയൻ, എല്ലാവരും ഉണ്ടോന്നറിയില്ല, പക്ഷെ പിണറായി വിജയൻ ഇതിന്റെ മേൽ ചുക്കാൻ പിടിക്കുന്ന ഒരാളാണ്. അപ്പോ അയാൾ അങ്ങനെയൊക്കെ ഉപദ്രവിച്ചു. ആ വഖഫ് ഭൂമി ഇപ്പൊ കയ്യിൽ നിന്ന് പോകുന്ന എല്ലാം മട്ടുണ്ട്. കാരണം അപ്പൊ അവിടെ നികുതി പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഞങ്ങൾ നികുതി കൊടുത്താണുള്ളത് ഞങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് അത് മൊത്തം പോവും. അങ്ങനെ അത് ദാനം ചെയ്ത ആൾക്ക് അതിന്റെ ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. അങ്ങനെ അത് പിന്നെയും ദ്രോഹങ്ങൾക്ക് യാതൊരു അവസാനമില്ലാതെ മുസ്ലിങ്ങൾ ചെറിയ ചെറിയ കാര്യം ചെയ്ത അപ്പൊ പോലീസ്, കാരണം ഫുൾ പോലീസും സംഘികളാണ്. ഒരുവിധം പോലീസ് 60% പോലീസും സംഘികളാണ്. അവര് കേസെടുക്കും. പട്ടി കടിച്ചിരുന്ന സമയത്ത് ഒരാള് പ്ലാസ്റ്റിക്കിന്റെ ഒരു തോക്ക് വെച്ച് ഇങ്ങനെ വെറുതെ ഒരു വീടെടുക്കാൻ വേണ്ടിയിട്ട് പോയതാ. പോലീസ് ഒരു സ്വമേധയാ കേസെടുത്തു, UAPA. അതിലൊരു അക്ഷരം ഉണ്ടല്ലോ, മുസ്ലിങ്ങൾക്ക് ഇതിലാണ് ഒരു അക്ഷരം ഉണ്ടൂല. പിന്നെ അതുപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദ് ഇറക്കി പാലാ ബിഷപ്പ്, ഒരക്ഷരം മിണ്ടില്ല. മിണ്ടില്ലെന്ന് മാത്രമല്ല, മിണ്ടാതെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ആരെയും ഇടപെടാൻ താല്പര്യമില്ലാറ്റായിരിക്കും വിചാരിക്കാം. അങ്ങനല്ല, അവിടെ പോയിട്ട് ഇയാളാണ് ഏറ്റവും നല്ല മനുഷ്യൻ ലോകത്തെ പറഞ്ഞിട്ട് പുകഴ്ത്തി പറഞ്ഞ് സമ്മാനം കൊടുക്കുക. മറ്റേ PC ജോർജ് ഓരോ ദിവസമാണ് വർഗീയത പറഞ്ഞിരുന്നത്, പാച്ച വർഗീയത തൊടുന്നില്ല. ആകെ ഒരു പ്രാവശ്യം ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, കാരണം ഞങ്ങൾ എന്തിനും ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ PC ജോർജിനെ ഒരു ദിവസം ജയിലിലിട്ട്, ഒരു ദിവസം അതന്നെ. പിന്നെ അതിന് ശേഷമൊക്കെ തന്നെ പിന്നെ കേസ് ഉണ്ട് എന്നൊക്കെ പറയും, ഒന്നും കാണില്ല, ജാമ്യം അപ്പൊ തന്നെ കിട്ടും. അങ്ങനെ നോക്കുമ്പോ അയാൾ ജാമ്യത്തിന് ഇറങ്ങിയിട്ട് പിന്നെയും വർഗീയത പറയും. ആ കോടതി നിന്ന് പറയാ ഇനി പറയരുത് ഇങ്ങനത്തെ വർഗീയത പറയാം, പിന്നെ ജാമ്യം ഉണ്ടാവില്ല എന്നാണ് കോടതി പറയാം. വീണ്ടും വർഗീയത പറയും, വീണ്ടും വർഗീയത പറയും, ജാമ്യത്തോട് ജാമ്യം. അതിലൊക്കെ ചുക്കാൻ പിടിച്ചത് ഈ പിണറായി വിജയൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷെ പിണറായി വിജയൻ വിചാരിച്ചത് എന്താ അറിയോ, നമ്മൾ മുസ്ലിങ്ങളെ കുറച്ചങ്ങോട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞാല് മൊത്തം ഹിന്ദു വോട്ടുണ്ട് കോരാം എന്ന് വിചാരിച്ചു, ഉത്തരേന്ത്യ പോലെ. പക്ഷെ ഉത്തരേന്ത്യ അല്ല കേരളം എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കിയില്ല. അതാണ് ഇപ്പൊ ഈ ഫലം നിങ്ങൾ കണ്ടത്. കാരണം ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലത്തെ ഹിന്ദു അല്ല, വിവരവും വിദ്യാഭ്യാസവും വിവേകമുള്ള ഹിന്ദുവാണ് കേരളത്തിലുള്ളത്. കുറച്ചു പേരൊക്കെ ഉണ്ട്, TG മോഹൻദാസിനെ പോലത്തെ, ശശികലനെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, പ്രതീഷ് വിശ്വനാഥിനെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഒഴിച്ചാല് ഉത്തരേന്ത്യത്തെ ഹിന്ദു അല്ല കേരളത്തിലെ ഹിന്ദു. ഇനി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 3 പേര്, TG മോഹൻദാസ്, ശശികല, പ്രതീഷ് വിശ്വനാഥ്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരൊക്കെ എത്ര വർഗീയത പറയുന്നു? നേർമത്തെ വർഗീയതയോട് വർഗീയത, ഉറങ്ങുന്നവരെ വർഗീയത. ഒരു കേസ് ആ പ്രതീഷ് വിശ്വനാഥിന്റെ വീട്ടില് തോക്കും ആയുധങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്നേ വരെ എന്തെങ്കിലും ഒരു കേസ് നിങ്ങൾ കണ്ടോ? അതേസമയം ഏതെങ്കിലും ഒരു മുസ്ലിം എന്തെങ്കിലും പറഞ്ഞാൽ മതി, കേസാണ്. ഇപ്പൊ തന്നെ അടുത്തുണ്ടായല്ലോ ഒരു ഡയലോഗ് പറഞ്ഞു പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ തന്നെ വത്തക്ക സമരം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ആരോ ഒരു അധ്യാപകൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അത് കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് ഡാൻസ്, ഹാദിയ കേസ്, ഹാദിനെ പിടിച്ച് പിന്നെ വീട്ടിൽ തടവിലാക്കി. ഇതേ പിണറായി വിജയൻ. എന്തിന്? 25 വയസ്സുള്ള സ്വതന്ത്ര സ്ത്രീനെ എന്തിനാണ് തടവിലാക്കുന്നത്? അതെന്താ വെച്ചാൽ ഹിന്ദു പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചു, മുസ്ലിമിന് വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ പിണറായി വിജയന് കുരുപൊട്ടി. അതുണ്ടായത്. അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാല് ഒരുപാട് സംഗതികൾ പറയാനുണ്ട്. അത് പിന്നെ ഈ PV അൻവർ തുറന്നുവിട്ട ഭൂതം അത് അപ്പുറത്ത് വേറെ കിടക്കുകയാണ്. അത് ഭയങ്കര ഭൂതമാണ്. എല്ലാവരും വിചാരിക്കുക PV അൻവർ അത് പറഞ്ഞതോടു കൂടി മൂപ്പര് ഇല്ലാതായി എന്ന് വിചാരിക്കും. പക്ഷെ മൂപ്പര് ഇല്ലാതായിക്കോട്ടെ, മൂപ്പര് ഇല്ലാതായതിന്റെ കൂടെ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കിയിട്ടാണ് മൂപ്പര് പോയത്. നിലമ്പൂരിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു സീറ്റും ഇല്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉള്ള സീറ്റ് കിട്ടിയത് മറ്റേ PV അൻവറുടെ ഒരേ ഒരു കഴിവുകൊണ്ട് മാത്രമാണെന്ന് മൂപ്പര് തെളിയിച്ചു. അവിടെ തൂത്തുവാരി കൊടുത്തു UDF-ന്, കോൺഗ്രസ് പാർട്ടിക്ക്. PV അൻവർ തുറന്നു വിട്ട ഭൂതം എന്തായിരുന്നു? മലപ്പുറം ജില്ലയിലെ മനഃപൂർവ്വം തീവ്രവാദികളാക്കി മാറ്റുക, കള്ളക്കടത്തുകാരാക്കി മാറ്റുക, മയക്കുമരുന്നിന്റെ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ടുള്ള മനഃപൂർവ്വം കേസെടുക്കുക. ചെറിയ ചെറിയ കേസ്, ഇല്ലാത്ത കേസ് എടുക്കുന്നതാരാണ്? ഈ
DGP ആയിട്ടുള്ള അന്ന് ADGP ആയിട്ടുള്ള പിന്നെ അജിത് കുമാർ 1 നമ്പർ സംഖ്യയാണെന്ന് PV അൻവർ പറഞ്ഞു. അതിനുശേഷം അയാൾക്കെതിരെ പല ആരോപണങ്ങളുണ്ടായി. ഒരു കേസും ഇല്ലാന്ന് മാത്രമല്ല, മൂപ്പർക്ക് ഉദ്യോഗ കയറ്റം കൊടുക്കാൻ നോക്കുക, DGP ആക്കാൻ നോക്കുക. കാരണം മുസ്ലിങ്ങളെ ഉപദ്രവിച്ച ആളാണല്ലോ, അയാൾക്ക് സമ്മാനം കൊടുക്കണ്ടേ, അതിന് DGP ആക്കാൻ നോക്കുക. ഇപ്പൊ തന്നെ ഒന്നും ചെയ്തിട്ടില്ല. വേറെ ഏതോ വകുപ്പിൽ, പോലീസിലെ തന്നെ വേറെ ഏതോ വകുപ്പിൽ ഇപ്പോഴും ADGP തന്നെയാണ്. അപ്പൊ അങ്ങനെ മുസ്ലിം വിരോധികളായിട്ടുള്ള എല്ലാവരും സംരക്ഷിക്കുക. അത് PV അൻവർ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ അതും കൂടി ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ജനങ്ങളുടെ ഹൃദയം പറയുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ, കാരണം മുസ്ലിങ്ങളെയാണ് ദ്രോഹിക്കുന്നത് മനഃപൂർവ്വം. അങ്ങനെ പിന്നെ നിരവധി സംഘടനകളെ വെറുപ്പിച്ചത്, മുസ്ലിം സംഘടനകളെ ഒരുപാട് വെറുപ്പിച്ചു. ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ ഭയങ്കര തീവ്രവാദികൾ എന്ന് പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി എന്ത് തീവ്രവാദിയാണ്? കുറെ വയസ്സായ ആൾക്കാർ അവിടെ അതിലുണ്ട്, അത്രന്നുള്ളൂ. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ സഹായം കൊണ്ടാണ് മുമ്പ് ഇതേ പിണറായി വിജയൻ പിന്നെ മത്സരിച്ച് ജയിച്ചത്. അപ്പോ ഇത് ഇങ്ങനെ കിട്ടുന്ന പോയിന്റിൽ മുസ്ലിങ്ങളെ ദ്രോഹിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്ത കാരണമാണ് ഈ രൂപത്തില്, സത്യം പറഞ്ഞാൽ ഇതിനേക്കാൾ മോശമായിട്ടാണ് തകർന്നിട്ടുള്ളത്. പക്ഷെ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിന്റെ ഗുണം പിണറായി വിജയന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാണുന്ന പിന്നെ അക്കങ്ങൾ വരാൻ കാരണം. ഇല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. കാരണം മോദിനെ അമിത്ഷാനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം അവർ കൊടുക്കും, ഭരണത്തിലിരുത്തും. ഇപ്പോ ബീഹാറിലെ നിതീഷ് കുമാറിനെ എത്തിയതുപോലെ മുപ്പര് മോദി അമിത്ഷാക്ക് നല്ല പിന്നെ സഹായിക്കാൻ തുടങ്ങിയതോടുകൂടി അവർ പിന്നെ ഒറ്റക്കെട്ടായി. ഇപ്പൊ അവിടെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇവിടെ ജയിച്ചുകൊണ്ടിരിക്കും. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ UDF സന്തോഷിക്കണ്ട, ജനങ്ങളൊക്കെ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ്. പക്ഷെ എന്ന് വിചാരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പില് ഭരണത്തിൽ കയറാമെന്ന് പ്രതീക്ഷിക്കണ്ട. അതിന് മോദി അമിത്ഷയും ഉണ്ട് ഈ പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. നിതീഷ് കുമാറിനെ രക്ഷിച്ച പോലെ അയാളെ തന്നെ വീണ്ടും ഭരണത്തിൽ കൊണ്ടുവരും. കാരണം പിണറായി വിജയൻ ഭരണത്തിൽ ഇരുന്നാലാണ് സംഘികൾക്കും മോദി അമിത്ഷാക്കും ഒക്കെ ഗുണങ്ങൾ വരാൻ പോകുന്നത്, ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അത് മതില് പോലെ നിന്ന് പിണറായി വിജയൻ ചെയ്തേ പറ്റൂ എന്നുള്ളത് മോദിക്കും അമിത്ഷാക്കും നന്നായിട്ട് അറിയാം. അപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി BJPക്ക് കുറച്ചൊക്കെ സീറ്റ് കിട്ടും, ബാക്കിയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് കിട്ടുക. അത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലോ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടായിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയല്ല, അത് മോദി അമിത്ഷയും വോട്ട് ചെയ്തിട്ട് അവർ തന്നെയായിരിക്കും ജയിക്കുക. നമുക്ക് അധികം മാസമില്ലല്ലോ, കാണാലോ. ഇപ്പൊ ഡിസംബർ ആയില്ലേ, 5-6 മാസം കാത്തിരിക്കുമോ? ഞാൻ പറഞ്ഞ വാക്ക്, അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങളുടെ ചുമരമേ ആണിയായിട്ട് എഴുതിയിടാനാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മതി എന്താ സംഭവിച്ചെന്നുള്ളത്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ കാറിൽ ആ കാറിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പെട്രോൾ നിർബന്ധമായിട്ട് നിങ്ങൾ അടിച്ചേ പറ്റൂ എന്ന് സർക്കാർ പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് കോടതി പോയിട്ട് കോടതി പറയാണ് അതൊന്നും കേൾക്കാൻ പറ്റില്ല എന്ന്. എന്തൊരു നാടാണിത്! നമ്മുടെ കാറിന് ഇത് അനുയോജ്യമേ അല്ല. നമ്മുടെ കാറിൽ ഈ പെട്രോൾ അടിക്കാൻ പറ്റില്ല. ഓക്കെ, എന്നാൽ നിങ്ങൾ ഇതില്ലാത്ത പെട്രോൾ, ശുദ്ധമായ പെട്രോൾ തരൂ, ഞങ്ങൾ അതിന് കൂടുതൽ പൈസ തരാം. അത് തരുന്നുമില്ല. ഇത് അടിച്ചേ പറ്റൂ എന്ന് പറയുന്നത് എന്ത് വലിയ അനീതിയാണ്. ഞാൻ ഇതൊന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഉണ്ടെന്ന് അറിയോ, നമ്മൾ രാഷ്ട്രീയമൊക്കെ മാറ്റി വയ്ക്കുക. അപ്പോൾ മോദി സർക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ മാറ്റി വയ്ക്കുക. ഈ പെട്രോൾ അടിക്കുന്നതിൽ മോദിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ? ഉണ്ടാവും. ഈ മനുഷ്യരൊക്കെ പ്രതിഷേധിക്കാത്തത് എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രതിഷേധം ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ട് നമ്മുടെ മൈലേജ് കുറയുന്നു, ഗണ്യമായ മൈലേജ് കുറയുന്നു. മറുവശത്ത് നമ്മുടെ വാഹനം കേടാവുന്നു, വാഹനം വഴി കിടക്കുന്നു. അപ്പോൾ നമുക്ക് തോന്നില്ല ഇത് എന്താണ് ചെയ്യുന്നത്. ഒരു പ്രതിഷേധവും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടോ? ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ പോസ്റ്റുകളും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും ഇല്ലാതെ ആളുകൾക്ക് ഇതൊരു പ്രശ്നമല്ലാതായി. ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യം നാളെ ഒരു സ്വേച്ഛാധിപത്യ രാജ്യമായാൽ പോലും ആളുകൾ മൗനം പാലിച്ചുകൊണ്ട് അതിന് കീഴടങ്ങുമെന്നാണ് തോന്നുന്നു. ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല, ആർക്കും ഒരു പ്രതിഷേധവും ഇല്ല. കീഴടങ്ങുമെന്നാണ് തോന്നുന്നതല്ല, കീഴടങ്ങി. ഇന്ത്യത്തെ മുഴുവൻ ജനങ്ങളും സ്വേച്ഛാധിപത്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പിന്നെ എന്ത് ഭരണമാണ്? എല്ലാ സ്ഥലത്തും കട്ടുമുടിപ്പിച്ചിട്ടും ഭരണത്തില് BJP തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ പിണറായി വിജയൻ വിചാരിച്ചത് ഞാനും കട്ടുമുടിപ്പിക്കും, എന്നാലും ഞാൻ ഭരണത്തിൽ തന്നെ ഇരിക്കും എന്ന് വിചാരിച്ചു. അമിത്ഷാനെ മോദിനെ പ്രീണിപ്പിച്ചു കഴിഞ്ഞാല്. കാരണം ഭയങ്കര കളവാണ് കേരളത്തിൽ നടക്കുന്നത് കേട്ടോ. കളവുകളുടെ ലിസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, വീണ്ടും ഞാൻ പറയുന്നില്ല. അമേരിക്കയില് പിന്നെ സൈപ്രസോ ഇവിടെയൊക്കെ കുറെ ഡിപ്പോസിറ്റ് ആണ് ഇവർക്ക്, ഈ പിണറായി വിജയനും കുടുംബത്തിനും ഭയങ്കര ഡിപ്പോസിറ്റ് ആണ്. എത്ര കോടിയൊന്നും ആർക്കും അറിയില്ല. ഇവിടുന്ന് കട്ടുകൊണ്ടുവന്ന കോടികൾ ഫുൾ അവിടെയാണല്ലോ. അപ്പോ ഇങ്ങനെ കട്ടിട്ടും എന്നെന്നും ആരും ഇളക്കൂല എന്നുള്ള ഒരു ധാരണ വന്നിരിക്കുകയാണ്.
പക്ഷെ അത് കേരളത്തിൽ നടക്കും, കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ എവിടെ നടക്കൂല. പക്ഷെ എന്താ വെച്ചാൽ വോട്ടിംഗ് മെഷീന്റെ മേലെ കയറിയിരിക്കല്ലേ സംഘീ ഭീകരന്മാര്. ജനങ്ങൾ പ്രതിഷേധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ജനങ്ങൾ അവരുടെ ശക്തിയായിട്ടുള്ള വോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ വോട്ട് പോലും ഇന്ന് വേണ്ട രീതിയിൽ വേണ്ട സ്ഥലത്ത് എത്തുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ്. അത് ഇന്ത്യൻ ജനങ്ങളുടെ ദുര്യോഗമാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ ആ ദുര്യോഗം പേറി സമാധാനത്തിൽ ജനങ്ങൾ നടക്കണം. എത്ര കാലം എങ്ങനെ പേറി നടക്കോ അത്രയും കാലം BJP-ക്കാർ ഒരു ഉടുപ്പില്ലാതെ ഭരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോ ഇനി അതേ സ്വഭാവം കേരളത്തിലേക്ക് വരാൻ പോവാണ്. ഇപ്പോ സെൻട്രൽ ഗവൺമെന്റ്, പിന്നെ കേന്ദ്ര സർക്കാർ പറയുന്ന ഈ തട്ടിപ്പ് സർക്കാർ, അഴിമതി, തെരഞ്ഞെടുപ്പ് കൊള്ള സംഘം, അവര് ഈ പറയുന്ന എഥനോൾ മാത്രമല്ലല്ലോ, എന്തൊക്കെ മോഷ്ടിച്ചിരിക്കുകയാണ്, എന്തൊക്കെ മോഷ്ടിച്ച് നടക്കുകയാണ്. അദാനി അംബാനി എന്ത് കോൺട്രാക്റ്റിലാണ് അദാനി അംബാനി, എല്ലാം അദാനി അംബാനി, അമിത്ഷാ, മോദി, പിന്നെ അമിത്ഷായുടെ മകൻ, ഇത്രേ ഉള്ളൂ. ഇതൊക്കെ കേരള ജനം കാണുകയാണ്. അങ്ങനെ കാണുന്ന സ്ഥലത്ത് നിന്ന് കേരള ജനത ഈ സുരേഷ് ഗോപിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം BJP-ക്കാരൻ എന്നും ചതിയനും വഞ്ചകനും തന്നെ ആയിരിക്കുള്ളൂ. അല്ലാതെ ഒരു BJP-ക്കാരൻ നന്നായി പറഞ്ഞ ഒരു സംഗതി നമ്മൾ കേൾക്കാൻ പോകുന്നില്ല. അപ്പോ ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ല ആരോ. അത് പച്ചക്ക് മലയാളികളെ വഞ്ചിച്ചു കൊണ്ടാണ് അയാളെ അവിടെ ഈ ഒരു MP ആക്കി മാറ്റിയിട്ടുള്ളത്. എന്നാലും കുറെ മലയാളികളുടെ ഡയലോഗ് എന്താണ്? മലയാളികളുടെ അടുത്ത് കളിച്ചാൽ കളി പൊടിയും, മലയാളികളുടെ കേരളത്തിൽ വന്ന് വഞ്ചന കാണിച്ചാൽ, വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയാൽ പിന്നെ വന്ന കാലം കൊണ്ട് തിരിച്ചു പോലാന്നൊക്കെ പറയും. വന്ന കാലം കൊണ്ടൊക്കെ തിരിച്ചു പോയി. സുരേഷ് ഗോപിയാണ് ഉദാഹരണം. ഇനി എത്ര വരാൻ കിടക്കണമെന്ന് അറിയില്ല ഇപ്പൊ അടുത്ത നിയമസഭയിൽ. അപ്പൊ അതൊക്കെ സൂക്ഷിക്കുക. അപ്പൊ അതാണ് പറഞ്ഞത്, ഇത്രയും ദ്രോഹം ഒരു കാറിൽ നിർബന്ധിച്ചിട്ട് നമുക്ക് വേണ്ട പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ വേറെ പെട്രോൾ കിട്ടാനില്ലല്ലോ, എഥനോൾ പെട്രോളല്ലേ കിട്ടുള്ളൂ. അത് തന്നെ ഇട്ട് കാറ് കേടെടുത്തണം. എന്നിട്ടോ ആർക്കും ഒരു പ്രതിഷേധമില്ല. ഒരാൾക്കല്ലല്ലോ, ഒരാളുടെ കാറല്ലല്ലോ, കോടിക്കണക്കിന് ആൾക്കാരുടെ കാറിലല്ലോ ഇത് ഒഴിക്കുന്നത്. എന്നിട്ട് അതിന്റെ ഗുണാർക്കാണ്? ഈ പറയുന്ന BJP-ക്കാർക്ക് മാത്രം, നിതിൻ ഗഡ്കരിക്ക് മാത്രം, അവരുടെ മക്കൾക്കും. ഈ എഥനോളിലുള്ള പെട്രോൾ ഒഴിക്കുന്നത് ആരുടെ വണ്ടിയിലാണ്? മുസ്ലിങ്ങളുടെ വണ്ടിയിൽ മാത്രമാണോ? അല്ലല്ലോ, സംഘികളുടെ വണ്ടിയിലും ഹിന്ദുക്കളുടെ വണ്ടിയിലും ക്രിസ്ത്യാനികളുടെ വണ്ടിയിലും ഒക്കെ ഇടുന്നുണ്ട്, ഒക്കെ കയറ്റുണ്ട് ഇപ്പൊ ഇത്. അതിന്റെ ഗുണം ഗഡ്കരിയുടെ മക്കൾക്ക് മാത്രം. അവർ മാത്രം ഹിന്ദു, ബാക്കിയൊന്നും ഹിന്ദു അല്ല. എന്നാലും ആർക്കും പ്രതീക്ഷിച്ചില്ല. അത് അത്ഭുതം തന്നെ കേട്ടോ, ഒരാൾക്കും പ്രതീക്ഷിച്ചില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ മൻമോഹൻ സിംഗിന്റെ കാലത്ത് പെട്രോളിന് 1 രൂപ വില കൂട്ടിയാൽ എല്ലാവരും കൂടി തീ വെക്കും, എല്ലാ സ്ഥലവും ഇറങ്ങിയിട്ട് തീ വെക്കാൻ തുടങ്ങും. ഇത് ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ഓരോരുത്തർക്ക് നഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. അപ്പൊ അതാണ് പറഞ്ഞത്. ഒരു വീഡിയോ കൂടി കാണുക. കാരണം നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അഹങ്കാരമാണ്. നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയാ ജീവിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം കാണുമ്പോൾ സംശയം തോന്നും, നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തിലാണോ ജീവിക്കുന്നത്? ആണോ? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട വേഷം ധരിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരോട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞിരുന്നു എപ്പോഴെങ്കിലും, അതായത് ഈ സഭാവസ്ത്രമൊക്കെ ധരിച്ച് നടക്കുമ്പോൾ പേടിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട് എന്ന് പല സംഘടനകളും പറയുന്നു. ഉറപ്പായിട്ടും പറയുന്നുണ്ട്. എൻ്റെ ഒരു കസിൻ വേറൊരു അച്ഛനാണ്. അപ്പൊ അച്ഛൻ ഹൈദരാബാദിലാണ്. ഇപ്പൊ ഇന്നലെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ പറയുവാണ്, അതിഭീകരമാണെന്ന് അവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ. അവർക്ക് സഭാവസ്ത്രത്തിൽ അവർക്ക് കോൺഫിഡൻസോട് കൂടി അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, പേടിയാണ്. എന്താ സംഭവം? ഉറപ്പായിട്ട് ആക്രമിക്കപ്പെട്ടേക്കാം. ഇതുപോലെ ചിലപ്പോൾ ജയിലിലൊന്നും പോകാതെ അവര് നടു റോട്ടിൽ വെച്ച് ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ചേച്ചിക്ക് ഉണ്ടായ അനുഭവത്തിലാണ് ഇത്രയും ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലാകുന്നത്. ഇതിനെന്തായാലും ഒരു മാറ്റം തന്നെ ഒരു ആൾക്കൂട്ട വിചാരണയുടെ സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ് നടന്നത്. അതെ, ഉറപ്പായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതായത് ക്രിസ്ത്യാനികൾ BJP-ക്ക് വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ, കാരണം അത്രക്കും നല്ല രീതിയിലാണ് ഉത്തരേന്ത്യയിൽ ഇതേ BJP സർക്കാരിന്റെ കയ്യിൽ പിന്നെ ക്രിസ്ത്യാനികളെ തഴുകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ക്രിസ്ത്യാനികൾ ആക്രമിക്കുകയാണ്. സഭാവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റൂല, പുറത്തിറങ്ങിയ അപ്പൊ പിന്നെ ജീവനോടെ തിരിച്ചു വരുമില്ല എന്നുള്ളത് പിന്നെ സംഘികളോട് ചോദിക്കണം. അങ്ങനെ എല്ലാവരും തല്ലി പൊളിക്കുകയാണ്, തല്ലി ചതക്കുകയാണ്, ആൾക്കൂട്ട കൊലപാതകം നടത്തുകയാണ് ക്രിസ്ത്യാനികളെ. ഹൈദരാബാദിൽ വരെ മറ്റുള്ള സ്ഥലത്തെ കാര്യം പറയും വേണ്ട. അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി എന്താണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ കാണുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ഒരിക്കലും അല്ല.
ക്രിസ്ത്യാനികൾ കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർ വോട്ട് ചെയ്യൂല സുരേഷ് ഗോപിക്ക്. വളരെ കുറച്ച് ക്രിസ്ത്യാനികൾ, ക്രിസ്സംഘി എന്ന് പറയുന്ന കാസ തീവ്രവാദികൾ എന്ന് പറയുന്നവർ മാത്രമാണ് വോട്ട് ചെയ്യുക. അവരുടെ വോട്ട് കൊണ്ട് സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് കണ്ട ആൾക്കാരോ ഒന്നും തന്നെ ജയിക്കില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയോ വോട്ട് നേടാതെ ഒരു സംഖ്യയും ജയിക്കാൻ പോകുന്നത്. ഹിന്ദുക്കളുടെ വോട്ട് കിട്ടില്ല. കാരണം എന്താ അറിയോ, ഹിന്ദുക്കളിൽ എന്താണ് വെറുപ്പിക്കുന്നില്ലേ? 700 അമ്പലങ്ങളാണ് ഇത്ര കഴിഞ്ഞ ഒരു 2 വർഷത്തില് ഇതേ BJP സർക്കാർ തകർത്തിട്ടുള്ളത്. റോഡ് നിർമ്മാണം, അദാനിയുടെ എന്തോ വികസനം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസിന്റെ സഹായമില്ലാതെ ഒരു സംഖ്യക്കും കേരളത്തിൽ ജയിക്കുക സാധ്യമല്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ വോട്ടിംഗ് മെഷീൻ ഉണ്ട്, അവരുടെ ശക്തിയായിട്ട് വോട്ടിംഗ് മെഷീൻ ഉണ്ട്. അതുകൊണ്ടാണ് വോട്ടിംഗ് മെഷീൻ മാറ്റി ബാലറ്റ് പേപ്പർ ആക്കാത്തത്. ഇവിടെ തന്നെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുമ്പോൾ എന്താ ചെയ്യുക കേരളത്തില്? അതായത് കേരളത്തിലെ ക്രിസ്ത്യാനികളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് കേക്ക് വിതരണം ചെയ്യും. ഈ കാസ തീവ്രവാദികൾ പോയിട്ട് BJPക്കാർക്ക് തന്നെ കേക്ക് കൊടുക്കും. എന്തിനാ കേക്ക് കൊടുക്കുന്നത്? ആര് കണ്ട്? കാരണം ഉത്തരേന്ത്യയിൽ എല്ലാ സ്ഥലത്തും ക്രിസ്ത്യാനികളെ ആക്രമിക്കുമ്പോൾ കേസ് കൊടുത്താൽ പോലീസുകാർ വന്നിട്ട് അതേ ക്രിസ്ത്യാനികളെ പിടിച്ച് ജയിലിടും. മുസ്ലിങ്ങൾ എടുക്കുന്ന പോലെ തന്നെ, ഒരു വ്യത്യാസവും ഇല്ല, ക്രിസ്ത്യാനികളെ പിടിച്ച് ജയിലിടും. ഇങ്ങനെയൊക്കെ ദ്രോഹം നടക്കുകയാണെങ്കിൽ ദ്രോഹങ്ങളെ ഉള്ളൂ ഇപ്പൊ കേരളത്തിൽ, ഇതില് മൊത്തം ഇന്ത്യയില് ഈ സംഘി ഭീകര സർക്കാർ. കാരണം അവർക്ക് ഭരിക്കാനൊന്നും ഇല്ല, ആകെയുള്ളത് വർഗീയത മാത്രമേ ഉള്ളൂ. വേറെ ഇപ്പം എന്താ ജനങ്ങൾക്കൊന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ ഭരണത്തിൽ അവർക്ക് കാലാകാലം ഇരുന്ന് മോഷ്ടിക്കണം. അപ്പൊ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ള കാര്യം അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോ അതിന്റെ കീഴിൽ ജനങ്ങൾ ദ്രോഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ സ്ഥലത്ത് അങ്ങനത്തെ പാർട്ടിക്ക് കേരളക്കാര് വോട്ട് കൊടുക്കും എന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ഏതായാലും നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞ പോലെ കാത്തിരുന്ന് കാണാം നിയമസഭയിൽ വരുന്ന കാര്യങ്ങൾ. അതിലൊരു 2-3 വാർത്ത കൂടിയും പറയാം. ഇതൊക്കെയാണ് ഈ കമ്മ്യൂണിസത്തിന്റെ പതനം കേരളത്തിൽ ഉണ്ടാവാനുള്ള കാരണം. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന് നിങ്ങൾ പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല. വിജയരാഘവൻ കണ്ടില്ല, ഇങ്ങനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ആളുകളാണ് ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ജനങ്ങൾ ഇവരുടെ റിജക്ട് ചെയ്തത്. പിന്നെ ശബരിമലത്തെ മോഷണം ഒക്കെ അറിയാലോ. അപ്പൊ അതൊക്കെ കൂടിയിട്ടാണ് ഹിന്ദുക്കളും വെറുത്തു, മുസ്ലിങ്ങളും വെറുത്തു, ക്രിസ്ത്യാനികളും വെറുത്തു. അതുകൊണ്ടാണ് ഈ പതനം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ വാർത്ത നിങ്ങൾ കണ്ടോ? ജനാധിപത്യം ഇല്ലാതായി, ധർമ്മരാജ്യം വന്നാൽ മാത്രമാണ് ഇനി രക്ഷ. അവിടെ പ്രജകളെ അടിമകളാക്കി നോമിനി ഭരിക്കണം. പ്രജകൾ 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 പറഞ്ഞ് അടക്കരുത് മൂപ്പര്. ഇപ്പൊ എന്താണ്? പ്രജകൾ ചതിച്ചു. തൃശ്ശൂരിലെ 16 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 12ലും BJPക്ക് 0 സീറ്റ്. ഇതേ ബ്ലോക്കിൽ പെട്ട ആൾക്കാരാണല്ലോ ഇയാൾക്ക് MP ആവാൻ വേണ്ടിട്ട് വോട്ട് ചെയ്തത്, ലോകസഭയിലേക്ക് വോട്ട് ചെയ്തത്. അപ്പോ അന്ന് വോട്ട് ചെയ്തവരെന്താണ് ഇന്ന് വോട്ട് ചെയ്തില്ലേ? അപ്പൊ സത്യം എന്താ വെച്ചാൽ ഇന്ന് വോട്ട് ചെയ്യാത്തവർ അന്നും വോട്ട് ചെയ്തിട്ടില്ല. വട്ടപൂജയാണ് ഇയാൾക്ക്, കെട്ടിവെച്ച പൈസ കിട്ടിയിട്ടില്ല. പക്ഷെ അമിത്ഷാ മോദിയും കൂടിയും ഇയാളെ ജയിപ്പിച്ചു വിട്ടതാണ്. ആകെ കിട്ടിയത് 231-ൽ 5 സീറ്റ് മാത്രം. കണ്ടില്ലേ? അപ്പോ 226 സീറ്റ് 226 സീറ്റില് ഉള്ള ആൾക്കാരെന്താണ് ഇയാൾക്ക് വോട്ട് ചെയ്തില്ലേ? ഇതേ തൃശ്ശൂർത്താണല്ലോ ഭീകരമായിട്ട് ജയിച്ചത് ഇയാൾ. 80,000 വോട്ടൊക്കെ മറിച്ച് കുറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ വോട്ട് കൊള്ളനെ കുറിച്ച് പിണറായി വിജയൻ ഒരു അക്ഷരം മിണ്ടൂല. കാരണം എന്താണ്? അയാൾ അതിന്റെ ബെനിഫിഷ്യറിയാണ്. അയാൾക്ക് അതിന്റെ ഗുണം കിട്ടാൻ പോവാണ്. ഇപ്പൊ തന്നെ കിട്ടിയിക്കണ്. ഈ കാണുന്ന റിസൾട്ട് ഒന്നല്ല, ഈ ഇടതുപക്ഷത്തിന് ഇതിനേക്കാൾ മോശമുള്ള അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് മെച്ചപ്പെടുത്തി കൊടുത്തത് അമിത്ഷാ മോദിയാണ്, EVM മെഷീനിൽ തിരിമറി നടത്തിയിട്ട്. അപ്പോ അടുത്ത നിയമസഭയിൽ ഇതിൽ ഗുണം കിട്ടാൻ പോകുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് വോട്ട് ചോറിനെ കുറിച്ച്, കൊള്ളനെ കുറിച്ച് ഇന്ത്യത്തെ മുഴുവൻ ആൾക്കാർ പറയുമ്പോഴും മൂപ്പര് മൗനം പാലിക്കുന്നത്. പിന്നെ മോദി നന്ദി പറഞ്ഞു, മോദി സന്ദർശിക്കാൻ വരുന്നു കേരളത്തിലേക്ക്, കാരണം BJP വിജയം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് കുന്തത്തിലെ വിജയമാണ് ഉള്ളത്? ആകെ 6-1 വോട്ട് മാത്രമാണ് അവർക്ക് കിട്ടിയത്. അതായത് NDA BJP സഖ്യം ജയിച്ചതേ 6 കോർപ്പറേഷനില് 1-ല്, 87 മുനിസിപ്പാലിറ്റിയില് 2-ല്, 941 ഗ്രാമപഞ്ചായത്തില് വെറും 26-ല്, പിന്നെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്
ഒക്കെ 0-0-0. ബ്ലോക്ക് പഞ്ചായത്ത് കീപ്പർ എല്ലാവരും 0. പിന്നെ എന്ത് നേട്ടം അവർക്ക് കിട്ടിയിട്ടുള്ളത്? പിന്നെ എന്തിനാണ് ഇപ്പൊ നന്ദി പറഞ്ഞ് ഓടി വരുന്നത്? ഇതാണ് അവസ്ഥ. അപ്പൊ എന്താ വെച്ചാല് ഒരു പുകമറ സൃഷ്ടിക്കുക. BJP വലിയൊരു നേട്ടം പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടി എന്നുള്ള ഒരു കാട്ടിക്കൂട്ടൽസ് കാണിക്കാം. എന്നാൽ അതിന്റെ ഗുണം നിയമസഭയിൽ അവർക്ക് കുതന്ത്രത്തിൽ കൂടെ കാണിക്കാം. അതിനുള്ള പരിപാടിയാണ് ഇപ്പൊ കാണിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഇത്രയും മോശമായ പരാജയം സംഭവിച്ചിട്ട് എന്ത് നന്ദിയാണോ പറയുന്നത്? പിന്നെതാ ഇവിടെ ഒരു സ്ഥലത്ത് കൊച്ചിയിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിക്കരുത് എന്ന് പറഞ്ഞ അതിനെ പിന്നിൽ ചുക്കാൻ പിടിച്ച ആളാണിത്. കാസ BJP കൂട്ടുകെട്ടിൽ മത്സരിച്ച സെന്റ് റീത്താസ് ഹിജാബ് വിവാദത്തിൽ ആസൂത്രകൻ ജോഷിക്ക് ക്രിസ്ത്യൻ ഭൂരിപക്ഷ വാർഡിൽ വൻ തോൽവി. കൊച്ചി കോർപ്പറേഷനിലെ വാർഡിൽ ആകെ പോൾ ചെയ്തത് 4479 വോട്ടിൽ ജോഷി നേടിയത് 170 വോട്ട്. കെട്ടി വെച്ച പൈസ കിട്ടിയില്ല. കണ്ടേ? അതിൽ നിന്നെന്താ മനസ്സിലായത്? കാരണം കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഉത്തരേന്ത്യയിലെ ചാണക സംഖ്യകളെ പോലെ വിഡ്ഢികളല്ല എന്ന് വളരെ വ്യക്തമാവുകയാണ്. ഇയാളാണ് ഹിജാബ് ധരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ മറ്റേ കന്യാസ്ത്രീയെ പിരികേറ്റി വിട്ടത്. ഇപ്പൊ എന്തായി? ക്രിസ്ത്യൻ താവളത്തിൽ പോലും ക്രിസ്ത്യൻ തട്ടകത്തിൽ പോലും വളരെ വോട്ട് കിട്ടാതാകെ നാറിയാണ്. 170 വോട്ടേ 4479. അപ്പോ കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളാണെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. അതാണ് ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പക്ഷെ നിങ്ങൾ എത്ര ബുദ്ധി ഉണ്ടായിക്കോട്ടെ, വോട്ട് ചോറിനെ കുറിച്ച് നിങ്ങൾ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ബുദ്ധി ഒന്നും ഒരു കാര്യമില്ല. ബുദ്ധി അട്ടത്തെടുത്ത് വെക്കാൻ നല്ലത്. അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ നമുക്കിനി നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. പക്ഷെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അമിത്ഷാ മോദി കയറ്റി വരാനൊക്കെ നോക്കിയിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. ഈ മനസ്സ്, അതായത് ഭരണമാറ്റം എന്നുള്ള ഈ മനസ്സ് ഇനി ഒരു 6-7 മാസം കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് അന്ന് കാണാം. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.